ഒരു ഉമ്മ യഥാർത്ഥ ഉമ്മയായി തീരുന്നത്, ഒരു ബാപ്പ യഥാർത്ഥ ബാപ്പയായി തീരുന്നത് 3 സന്തോഷ സന്ദർഭങ്ങളിൽ ശുക്ർ രേഖപ്പെടുത്തുമ്പോഴാണ്. ഒന്നാമത്തേത് അയ്യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ, മക്കൾ ജനിച്ചാൽ അതൊരു സന്തോഷ മുഹൂർത്തമാണ്. അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള പേര് തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തണം. രണ്ടാമത്തേത് വഅയ്യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖലാ, കാര്യബോധം എത്തിത്തുടങ്ങിയാൽ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമെത്തിയാൽ നല്ല ഇൽമ്, യഥാർത്ഥ വിജ്ഞാനം, ഉപകാരപ്രദമായ വിജ്ഞാനം, ശരീഅത്തിന്റെ വിജ്ഞാനം, സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ഇൽമു തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. വഅയ്യുസവ്വിജഹു ഇദാ ദറകാ, ആ മക്കൾക്ക് പക്വതയെത്തിയാൽ അഥവാ വിവാഹപ്രായമെത്തിയാൽ, മക്കളുടെ വിവാഹ സന്ദർഭം മാതാപിതാക്കൾ വളരെ കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ല ഇണകളെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കുട്ടിക്ക് കാര്യബോധം എത്തുന്ന സമയം അഥവാ മദ്രസയിൽ ചേർക്കുന്ന സമയം മാതാപിതാക്കൾ സന്തോഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ ജനിച്ചാലുള്ള സമയം, ആ സമയത്ത് നല്ല പേര് നിർദ്ദേശിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്താനുള്ള വിശാലമായ മനസ്സ് വേണം. അല്ലാഹുവേ, ഹഖ് നിർവഹിച്ച മാതാപിതാക്കളായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഒരു പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ മോൻ എന്നെ തല്ലുന്നു, എൻ്റെ മോൻ എന്നോട് പരുഷമായി പെരുമാറുന്നു, എൻ്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു പിതാവ് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അരികിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുഖം ചുമന്നു. കാരണം സമാധാനത്തിൻ്റെ, പീസിൻ്റെ, സമാധാനപൂർണമായ ഭരണാധികാരത്തിൻ്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാക്ക് കേട്ടപ്പോൾ ഗൗരവത്തോടുകൂടെ, ഉമറിൻ്റെ ഭരണകാലത്ത് ബാപ്പയടിക്കുന്ന മകനോ, ബാപ്പയോട് ക്രൂരമായി പെരുമാറുന്ന മകനോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ ആ ദർബാറിലേക്ക് വിളിപ്പിച്ചു. ആ മകനോട് ചോദിച്ചു, സ്വന്തം ഉപ്പയോടുള്ള ബാധ്യതകൾ, സ്വന്തം ഉപ്പയോടുള്ള ഹക്കുകൾ, സ്വന്തം ഉപ്പയോടുള്ള മര്യാദ നിനക്കറിയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ കടപ്പാടുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ ഹക്കുകളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു കടമയുമില്ലേ, ഹക്കുമില്ലേ? ഈ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു ഹക്കുമില്ലേ, കടമയുമില്ല? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസതു അഷിയാ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വഅൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖലാ വഅൻ യുസവ്വിജഹു ഇദാ ദറകാ. നല്ല പേരിട്ട് കൊടുക്കണം, നല്ല ഇൽമ പകർന്നു കൊടുക്കണം, നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാഹുവേ, ഹഖ് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇത് കേട്ടിട്ട് ആ മോന് കണ്ണുനീരോടുകൂടെ പറഞ്ഞു, എങ്കിൽ എൻ്റെ ബാപ്പ ഈ 3 ഹക്കുകളും നിർവഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ ബാപ്പ ഇട്ട പേര് സ്വഖർ എന്നാണ്, പ്രാപ്പിടിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ മോശപ്പെട്ട ഒരു പേരാണ് എനിക്കെൻ്റെ ബാപ്പ ഇട്ടു തന്നത്. അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരക്ഷരം പോലും എൻ്റെ ബാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ദുസ്വഭാവിയായ ഒരു ഇണയാണ് എനിക്ക് വേണ്ടി ബാപ്പ സെലക്ട് ചെയ്തു തന്നത്. നിങ്ങളാ പറഞ്ഞ 3 കാര്യങ്ങളും എൻ്റെ ബാപ്പ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എൻ്റെ ബാപ്പ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കുണ്ട്, സ്വന്തം മക്കളോട് ചെയ്യേണ്ട കടമകളും ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെ മക്കൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന പരാതിയുമായി വന്നിരിക്കുകയാണല്ലേ, ദയവ് ചെയ്ത് കടന്നു പോവണം എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സഗൗരവം ശാസിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഗതികേടിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാവല് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മളിൽ നിന്ന് മക്കൾ ധാരാളം നന്മയുടെ സുഹൃതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കണം.
ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് കുടുംബം, ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് മാതാപിതാക്കൾ. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹി റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഖലദ വയറതിഹി വഖലദ വയറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാദാമ ഫീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കുന്നു, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃതം കൊണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി നന്മയുടെ പ്രചാരകരായി തീരുന്നു. അതുകൊണ്ട് നന്മയുടെ വടവൃക്ഷങ്ങളായി മാറാൻ നമുക്ക് കഴിയണം.